എന്താ അമ്മേ? അച്ചോട്ട എന്താ പറഞ്ഞത്? ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് കേട്ടിട്ടുണ്ടോ? ഓമന സന്തോഷത്തോടെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഇത് നമുക്ക് ലോട്ടറി അടിച്ച പോലെയാണല്ലോ. വീണ സന്തോഷത്തോടെ ചോദിച്ചു. ലോട്ടറി പോലെയാണെന്ന്, ലോട്ടറി തന്നെയാണ് വേണി പറഞ്ഞു. ഇനി കല്യാണത്തിന് വെറും 5 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മോളെ, എന്താ അച്ചമ്മേ? മോളെ, നാളെ നിനക്ക് കുന്നത്ത് ക്ഷേത്രം വരെ പോകാൻ പറ്റുമോ? അതിനെന്താ അച്ചമ്മേ, ഞാൻ പോകാലോ. എന്താ കാര്യം? അത് മോളെ, ജിത്തുവിന്റെയും മാളുവിന്റെയും പേരിൽ അവിടെ പൂജ കഴിച്ചിട്ടുണ്ട്. അതിന്റെ പ്രസാദം പോയി വാങ്ങണം. എല്ലാവർക്കും തിരക്കാ, നിനക്കും തിരക്കാണെന്നറിയാം. പോകാൻ വേറെ ആള് വേണ്ടേ? രാജനും കുടുംബവും അച്ഛന്റെ വിവാഹത്തിന് വേണ്ടി ലക്ഷ്മിയുടെ തറവാട്ടിൽ പോയിരിക്കുക. പോവാതെ വേറെ നിവർത്തിയില്ലായിരുന്നു. അവരാണെങ്കിൽ മറ്റന്നാളെ വരും. അച്ഛമ്മ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കേണ്ട. നാളത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇപ്പൊ സമാധാനമായി കിടന്നുറങ്ങ്. നളിനെ ബെഡിൽ കിടത്തി ലൈറ്റ് ഓഫ് ചെയ്ത് ചന്തു പോയി. പിറ്റേന്ന് രാവിലെ വെള്ള സ്വർണ്ണക്കരയുള്ള ബ്ലൗസും സെറ്റ് സാരിയും ഉടുത്ത് ചന്തു പോകാൻ ഇറങ്ങി. അമ്പലത്തിൽ പോകുന്നതിന് മുന്നേ അവൾ ഗൗരിയെ കാണാൻ പോയി. അമ്മായി, ഇതെന്താ സെറ്റ് സാരിയൊക്കെ ആയിട്ട്? എവിടെയോ പോകാനുള്ള പുറപ്പാടിലാണല്ലോ. കുന്നത്തെ അമ്പലത്തിൽ പോണം. അമ്മായിക്ക് എന്തെങ്കിലും വഴിപാടുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ പ്രത്യേകിച്ച് വഴിപാടൊന്നുമില്ല. നിനക്ക് ചെയ്യണമെന്ന് തോന്നിയ വഴിപാട് നീ ചെയ്തോ. ഗൗരി കയ്യിലുള്ള പാത്രം കമിഴ്ത്തിക്കൊണ്ട് പറഞ്ഞു. അമ്മായി. അടുക്കളവാതിൽ കൂടെ വന്ന അമലയെ കണ്ട് ഗൗരിയും ചന്തുവും നോക്കി. നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇവിടേക്ക് വരണ്ടെന്ന്. എന്നിട്ട് ഒരു നാണവും മാനവും ഇല്ലാതെ വന്നോളും. ഗൗരി മുഖത്തടിച്ച പോലെ പറഞ്ഞു. ചന്തുവിന്റെ മുന്നിൽ വെച്ച് ഗൗരി തന്നെ അപമാനിച്ചതിൽ അമല വിളറി നിന്നു. ഒപ്പം നാണക്കേടും. ഗൗരിയോടുള്ള മനസ്സിലെ ദേഷ്യം അടക്കി വെച്ചുകൊണ്ട് അമല സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ ഈ ഫയൽ കുമാരേട്ടൻ കൊടുക്കാൻ പറഞ്ഞു ഉണ്ണിയേട്ടന്. അത് കൊടുക്കാൻ വന്നതാ. ഇത് ഞാൻ ഉണ്ണിയേട്ടന് കൊടുത്തിട്ട് പോയിക്കോളാം. ഇവിടെ ശല്യമായി നിൽക്കില്ല. അതും പറഞ്ഞു ഉള്ളിലേക്ക് പോകാൻ നിന്ന അമലയെ ഗൗരി തടഞ്ഞു. എങ്ങോട്ടാ? അത് ഈ ഫയൽ ഉണ്ണിയേട്ടന് കൊടുക്കാൻ. അതിന് നീ എന്തിനാ അവന്റെ മുറിയിലേക്ക് പോകേണ്ട ആവശ്യം? ആ ഫയൽ ഇങ്ങോട്ട് താ. അമല ആ ഫയൽ ഗൗരിക്ക് കൊടുത്തു. മോളെ ചന്തു, ഈ ഫയൽ നീ ഉണ്ണിക്ക് കൊടുക്ക്. ചന്തു ആ ഫയൽ വാങ്ങി ഉള്ളിലേക്ക് നടന്നു. ഗൗരി നോക്കുമ്പോൾ ഉള്ളിലേക്ക് പോകുന്ന ചന്തുവിനെ നോക്കി ദേഷ്യത്തോടെ നിൽക്കുന്ന അമലയാണ്. പെട്ടെന്നാണ് അമല തന്നെ നോക്കി നിൽക്കുന്ന ഗൗരിയെ കാണുന്നത്. എന്താ, ഫയൽ തന്നില്ലേ? എന്നാ നിനക്ക് പൊയ്ക്കൂടെ? അത് ഗൗരിയമ്മായി, ആ പോയവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഗൗരി അമലയെ തന്നെ നോക്കി. അവൾക്ക് ഉണ്ണിയേട്ടന്റെ മേലെ ഒരു കണ്ണുണ്ടോന്ന് സംശയമില്ലാതെ ഇല്ല. ആ സോമന്റെ ചോരയല്ലേ, വിശ്വസിക്കാൻ കൂട്ടാൻ പറ്റാത്ത ജാതിയാ. അമലെ, എല്ലാവരും നീ നിന്റെ തന്തയെ പോലെയാണെന്ന് വിചാരിക്കരുത്. ഗൗരി അത് പറഞ്ഞതും അമല ചൂളിപ്പോയി. മേലിൽ ഒരു വാക്ക് പോലെ നീ ചന്തുവിനെതിരെ എന്റെ മുന്നിൽ വെച്ച് പറഞ്ഞ അടിച്ച് കവിള് ഞാൻ പോയിക്കും. അമല പേടിയോടെ നിന്നു. ഇറങ്ങി പോവാൻ നോക്ക് നീ. അമല ഒന്നും മിണ്ടാതെ അവിടെ നിന്നും ഇറങ്ങി. ഉണ്ണി ചന്തുവിന്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി. അമ്പലത്തിലേക്ക് നിന്നെ അല്ലാതെ വേറെ ആരും പറഞ്ഞേക്കാൻ കണ്ടില്ലേ? ഉണ്ണി ചോദിച്ചു. എല്ലാവർക്കും തിരക്കല്ലേ ഉണ്ണേട്ടാ, ഞാനല്ലേ ഉള്ളു പോകാൻ. നീ ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാണ് ചന്തു. ആ മഹി, അവനെ പേടിക്കണം. എത്ര പ്രാവശ്യം ഞാൻ ജിത്തുവിനോട് പറഞ്ഞതാ നിന്നെ ഒറ്റയ്ക്ക് എവിടേക്കും വിടരുതെന്ന്. നോക്കാന്ന് പറയല്ലാതെ നിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയോ അവിടെയുള്ള ഒരാൾക്കുമില്ല. ഉണ്ണി ദേഷ്യത്തോടെ പറഞ്ഞു. അതൊക്കെ ഉണ്ണിയേട്ടന്റെ വെറുതെ തോന്നല. അവിടെയുള്ള എല്ലാവർക്കും എന്റെ കാര്യത്തിൽ ശ്രദ്ധയുണ്ട്. പിന്നെ മഹി, ആ വിഷയം അവസാനിച്ചിട്ട് മാസങ്ങളായില്ലേ. അവരുടെ അഭിനയമൊന്നും എന്റെ അടുത്ത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ മടുത്തു കാണും. എന്തോ എനിക്കങ്ങനെ തോന്നില്ല ചന്തു. കുറച്ചു ദിവസമായിട്ട് മനസ്സിനെന്തോ ഒരു വേവലാതിയാ. അന്ന് നീ ക്യാമ്പിന് പോയപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു. അതൊക്കെ ഉണ്ണിയേട്ടനെ വെറുതെ ചിന്തിച്ചു കൂട്ടുന്നവര് തോന്നുന്നതാ. ഞാൻ എന്നാ ഇറങ്ങട്ടെ, അവിടെ 10 മണിക്ക് എത്തണമെന്ന് പറഞ്ഞതാ. സമയം ഇപ്പോഴേ 9 മണി കഴിഞ്ഞു. കുറച്ച് ദൂരെ അങ്ങോട്ട്. ഞാൻ കൂടി വന്നേനെ, പക്ഷെ ഇന്നലെ കോയമ്പത്തൂരിൽ നിന്ന് വിളി വന്നത്. എനിക്കും മനുവിനും ഇന്ന് പോയേ പറ്റൂ. ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇറങ്ങും. അപ്പൊ ഉണ്ണിയേട്ടൻ നാളെ വരുമോ? നാളെ അല്ലെങ്കിൽ മറ്റന്നാ. ശരി, ഞാൻ ഇറങ്ങാം. ഉണ്ണിയോട് യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൾ അറിഞ്ഞില്ല ഇനിയുള്ള മണിക്കൂറുകൾ അവളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നാണെന്ന്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ധൈര്യത്തോടെ നേരിടേണ്ടി വരുന്ന മണിക്കൂറുകളാണ് മുന്നിലുള്ളതെന്നറിയാതെ ചന്തു തന്റെ കാറുമെടുത്ത് അമ്പലത്തിലേക്ക് യാത്ര ചെയ്യും. ചന്തു വണ്ടി കുന്നിന്റെ താഴെ നിർത്തി. പടികൾ കയറി വേണം കുന്നിന്റെ മുകളിലുള്ള അമ്പലത്തിലെത്താൻ. ശിവശക്തിയാണ് പ്രതിഷ്ഠ. ചന്തു അമ്പലത്തിലെത്തി. അധികം ആരുമില്ല. പ്രത്യേക ദിവസങ്ങളിലല്ലാതെ ആരും അങ്ങനെ വരാറില്ല. ചന്തു നടയുടെ മുന്നിൽ നിന്ന് തൊഴുതു. ശിവനും പാർവതി പാതിയായി കുടിയിരിക്കുന്ന കുന്ന്. ചന്തു കണ്ണടച്ച് പ്രാർത്ഥിച്ചു. വാമനൊരു തറവാട്ടിൽ നിന്നാണോ? ചന്തു കണ്ണുകൾ തുറന്നു നോക്കി. അമ്പലത്തിലെ തിരുമേനിയാണ്. അതെ, തോന്നി. വരുമെന്ന് പറഞ്ഞിരുന്നു. കുറച്ചു നേരം കൂടി നിൽക്കൂട്ടോ. പ്രസാദം ഇപ്പൊ തരും. വലം വെച്ചു കൊള്ളൂ. ശരി തിരുമേനി. ചന്തു വലം വെച്ചു വന്നു. ഒരു മരത്തിൽ നിറയെ താലി ചാർത്തിയിരിക്കുന്നു. ഒരു താലി മാത്രം വ്യത്യസ്തമായിരുന്നു. ശിവശക്തിയുടെ മുന്നിൽ നിൽക്കുന്ന ആ താലി മാത്രം. അവൾ ആ താലിയുടെ അടുത്ത് പോയി നോക്കി. അത് പാർവതി ദേവിയുടെ താലിയാ. അവൾ തിരുമേനിയെ നോക്കി. ഇവിടെ ശിവരാത്രി ദിവസം പാർവതി ദേവിയുടെയും ശിവഭഗവാന്റെയും വിവാഹം പാവയെ വെച്ച് നടത്തും. അന്ന് ശിവൻ പാർവതിക്ക് കെട്ടുന്ന താലിയാണത്. 50 ശിവരാത്രികളിൽ ഈ താലിയാണ് കെട്ടിയിരുന്നത്. ചടങ്ങ് കഴിഞ്ഞാൽ താലി ഇവിടെ കെട്ടും.
പക്ഷെ കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ആ ചടങ്ങില്ല. അതെന്താ? പാവ കളിക്കാൻ ആളില്ല. പിന്നെ ഈ താലി വേണ്ട, വേറെ താലി തരാന്ന് ഇവിടത്തെ ഒരു കുടുംബം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഈ താലി ഇവിടെ വരുന്ന ദമ്പതികൾക്ക് കൊടുക്കാന്ന് പറഞ്ഞു. വെറുതെ കളയാൻ പറ്റുമോ? ദേവിയുടെ താലിയായിരുന്നതല്ലേ, പിന്നെ സ്വർണ്ണവും. അതുവരെ ഇവിടെ ഇവരുടെ മുന്നിൽ ഈ താലിയുണ്ട്. ഈ താലി കഴുത്തിലിടാൻ ഭാഗ്യവും യോഗവും വേണം കുട്ടി. പാർവതി ദേവിയുടെ താലിയായിട്ടാണ് കണക്കാക്കുന്നത്. കുട്ടി വന്നോളൂ, പ്രസാദമായിട്ടുണ്ട്. ചന്തു പ്രസാദം വാങ്ങി. പക്ഷെ പ്രസാദം വാങ്ങി ചന്തു പോകാൻ നിന്നപ്പോൾ മുകളിൽ തൂക്കിയിട്ടിരുന്ന തൂക്കുവിളക്ക് ചന്തുവിന്റെ കാലിലേക്ക് വീണു. തൂക്കുവിളക്ക് വീണ് ചന്തുവിന്റെ തള്ളവിരലിന്റെ അവിടെ നഖം പൊട്ടി ചോര വന്നിരുന്നു. വേദന കൊണ്ടൊന്ന് താഴ്ന്നപ്പോൾ ചന്തുവിന്റെ കയ്യിലുള്ള ഇലയിൽ നിന്നും തുളസി ആ മുറിവിൽ വീണു. ചന്തു ആ തുളസി എടുത്തു നോക്കി. ചോര പുരണ്ട തുളസി. അവൾ ആദിയോടെ തിരുമേനിയെ നോക്കി. തിരുമേനി, ഇതിന്റെ അർത്ഥം എന്താ? അശുഭത്തിനൊപ്പം ശുഭവും. ചന്തു മനസ്സിലാവാതെ നോക്കി. ഒരശുഭമായി കാര്യം നടക്കാൻ പോകുന്നു, അതിനുശേഷം ശുഭകാര്യവും. വിളക്ക് വീണ് മുറിവുണ്ടായി, രക്തം വീണിരിക്കുന്നു. എന്നാൽ അതേ മുറിവിലേക്ക് ശിവശക്തിയുടെ പ്രസാദം മരുന്നായി ഭവിച്ചിരിക്കുന്നു. ആ തുളസി നീര് പിഴിഞ്ഞ് മുറിവ് പുരട്ടിക്കൊള്ളൂ. അമ്പലേനി പുണ്യാഹം തളിക്കേണ്ടി വരില്ലേ? വേണ്ടിവരും. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ എന്തെങ്കിലും കാരണമുണ്ടാവോ? ഒരു സൂചന പോലെ ചന്തു ചോദിച്ചു. എല്ലാം നല്ലതിനാണെന്ന് വിചാരിക്കുക. വെറുതെ ഭഗവാൻ സൂചന തരില്ല. എന്തെങ്കിലും കാര്യം കാണും, സൂക്ഷിക്കുക. നല്ലത് ഭവിക്കട്ടെ. തിരുമേനി അതും പറഞ്ഞ് ഉള്ളിലേക്ക് പോയി. ചന്തു കാല് വെച്ച് പതിയെ പടിയിൽ പോയി ഇരുന്നു. മുറിവിൽ തുളസി നീര് പുരട്ടി. കുറച്ചു നേരം അങ്ങനെ ഇരുന്ന അസ്വസ്ഥമായ മനസ്സും വെച്ച് ചന്തു വണ്ടിയിൽ കയറി മാമഴ തറവാട്ടിലേക്ക് പോയി. മനസ്സ് ഭാരം കൊണ്ട് അസ്വസ്ഥതയോടെയാണ് ചന്തു വണ്ടി ഓടിച്ചത്. വണ്ടി ഇരുവശങ്ങളിലും കാടുള്ള റോഡിൽ കൂടിയാണ് പോകുന്നത്. പെട്ടെന്ന് കണ്ണാടി നോക്കിയപ്പോഴാണ് ഒരു വണ്ടി പിന്നാലെ വരുന്നത് ശ്രദ്ധിച്ചത്. സൈഡ് കൊടുത്തിട്ടും പോകാതെ പിന്നാലെ തന്നെ നിൽക്കുന്നത് കണ്ട് ചന്തു വണ്ടി സ്പീഡിൽ വിട്ടു. പക്ഷെ തൊട്ടടുത്ത നിമിഷം മറ്റൊരു വണ്ടി വന്ന് ചന്തുവിന്റെ വണ്ടിയുടെ മുന്നിൽ കുറുകെ നിർത്തി. അതിൽ നിന്നും ഇറങ്ങുന്ന ആളെ കണ്ട് ചന്തുവിന്റെ കണ്ണുകൾ ഞെട്ടിക്കൊണ്ടൊന്ന് വിടർന്നു. മഹി, ചന്തുവിന്റെ മനസ്സ് പറഞ്ഞു. അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി തന്റെ അരികിലേക്ക് വരുന്ന മഹിയുടെ നേരെ ചോദിച്ചു, എന്ത് തെമ്മാടിത്തരാ കാണിക്കുന്നത്? വണ്ടിയെടുത്ത് മാറ്റി. മഹി ചന്തുവിനെ നോക്കി ചിരിച്ചു. എന്തു പറ്റി എന്റെ ചന്തുട്ടി? പേടിച്ചോ? നിന്ന് കിന്നരിക്കാതെ വണ്ടിയെടുത്ത് മാറ്റാനാ പറഞ്ഞത്. വണ്ടിയൊക്കെ മാറ്റാം, ദേഷ്യപ്പെടാതെ. അതിന് എന്റെ ചോദ്യത്തിന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഉത്തരം ചന്തുവിന്റെ നാവിൽ നിന്ന് കിട്ടണം. ചന്തു മഹിയെ നോക്കി. എന്നെ വിവാഹം കഴിക്കാൻ ചന്തുട്ടി സമ്മതിക്കണം. ഇതിനുള്ള ഉത്തരം വീട്ടിൽ വന്നപ്പോഴും അതിന് മുന്നേ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കുറച്ചുനാൾ കാണാതായപ്പോ ഞാൻ വിചാരിച്ചു പറഞ്ഞതൊക്കെ തലയിൽ കയറി ശല്യം ഒഴിവായെന്ന്. എന്റെ തീരുമാനത്തിന് മാറ്റമില്ല. തന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതവുമല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ എനിക്ക് എന്റെ തീരുമാനം മാറ്റിയേ പറ്റൂ. നേരെ ചൊവ്വെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറഞ്ഞ നീ സമ്മതിക്കില്ല അല്ലേടി? അത്രയും നേരം ശാന്തതയോടെ ചിരിച്ചു പറഞ്ഞ മഹി അവസാന വാക്കുകളെ മുഖത്ത് ദേഷ്യം നിറച്ച് അലറി ചന്തുവിന്റെ കവിളിൽ കുത്തിപ്പിടിച്ചു. എന്താടി വിചാരിച്ചത്? മഹി ഒരു കാര്യം തീരുമാനിച്ച അത് നടക്കില്ല എന്നോ? എന്നാ കേട്ടോ, നീ ഞാനുമായുള്ള വിവാഹം നടന്നിരിക്കും. അതിനുവേണ്ടി നിന്നെ കൊണ്ടുപോകാനാ വന്നത്. അവന്റെ വാക്കുകൾ കേട്ട് ചന്തു ഒന്ന് ഞെട്ടി. മഹി ചന്തുവിന്റെ കവിളി പിടിച്ച് പിടിവിട്ടു. ചന്തു തനിക്ക് പിന്നി വന്ന കാറിൽ നിന്ന് ഇറങ്ങിയ ആളുകളെ കണ്ടപ്പോൾ എത്രത്തോളം അപകടത്തിലാണെന്ന് താനെന്ന് മനസ്സിലായി. ശ്രീരാമനാവാന്ന് വിചാരിച്ചപ്പോൾ നീ എന്നെ രാവണനാക്കി. രാവണൻ എന്താ ചെയ്യുക? സീതയെ പുഷ്പക വിമാനത്തിൽ വന്ന് തട്ടിക്കൊണ്ടുപോയി. അതുപോലെ നിന്നെ കൊണ്ടുപോകാൻ വേണ്ടിയാ ഞാൻ വന്നത്. അടുത്ത നിമിഷം ചന്തു കാറിന്റെ ഡോർ തുറന്ന് മഹിയുടെ മുഖത്തേക്ക് വീശിയടിച്ചു. അവളുടെ അപ്രതീക്ഷിതമായ പ്രതികരണത്തിൽ മഹി മുഖമടിച്ച് താഴെ വീണു. ചന്തു വേഗം കാറിനുള്ളിൽ നിന്ന് ഫോൺ എടുത്ത് അവനെ മറികടന്ന് ഓടി. എന്തു നോക്കിയിരിക്കടാ, പോയി പിടിക്കടാ അവളെ. മഹി കൂടെ വന്ന 4 ഗുണ്ടകളെ നോക്കി അലറി. ചന്തു കാലിലുള്ള വേദന സഹിച്ച് ഓടി ഒരു മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരുന്നു. അവൾ വേഗം ഫോൺ സൈലന്റ് ആക്കി പേടിയോടെ ജിത്തുവിനെ വിളിക്കാൻ നോക്കി. പക്ഷെ ഫോൺ ബിസിയായിരുന്നു. നളിനി വിളിച്ചു നോക്കി, അപ്പോഴും ബിസിയായിരുന്നു. അവസാനം ഉണ്ണിയെ വിളിച്ചപ്പോൾ ഫോൺ ബിസിയായിരുന്നു. പേടിയോടെ ദേഷ്യത്തോടെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്നു അവൻ. കോയമ്പത്തൂർക്കുള്ള യാത്രയിലായിരുന്നു മനു ഉണ്ണി. മനുവാണ് വണ്ടി ഓടിക്കുന്നത്. ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ചന്തുവിന്റെ കോള് കണ്ടത്. സംസാരിച്ചിരിക്കുന്ന ആളോട് പിന്നെ വിളിക്കാൻ പറഞ്ഞു കോൾ കട്ട് ചെയ്ത് ഉണ്ണി ചന്തുവിനെ വിളിച്ചു. തന്റെ കയ്യിലിരിക്കുന്ന ഫോൺ വൈബ്രേഷൻ അടിക്കുന്നതറിഞ്ഞ് ചന്തു പെട്ടെന്ന് ഫോണിലേക്ക് നോക്കി. ഉണ്ണിയുടെ കോൾ കണ്ട് അവൾ പ്രതീക്ഷയോടെ സന്തോഷത്തോടെ ഫോൺ എടുത്തു. ഉണ്ണിയേട്ടാ, എന്തു പറ്റി ചന്തു? അവളുടെ പരിഭവം നിറഞ്ഞ വിളി കേട്ട് ഉണ്ണി ചോദിച്ചു. ഉണ്ണിയേട്ടാ, ഞാനൊരു അപകടത്തിലാ. ആ മഹി എന്നെ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നിരിക്കുക. കൂടെ 4 ഗുണ്ടകളും ഉണ്ട്. എന്ത്? നീ ഇപ്പൊ എവിടെയാ ചന്തു? ഉണ്ണി പരിഭ്രമത്തോടെ ചോദിച്ചു. ഞാനാ കുന്നിന്റെ മുകളിലുള്ള ശിവശക്തി ക്ഷേത്രമില്ലേ, അത് കഴിഞ്ഞ് 2 സ്ഥലത്തും കാടുകളായിട്ടുള്ള വഴിയിലെ അവിടെയാ. ഞാനിപ്പോ കാട്ടിലേക്ക് പേടിച്ചോടി കയറിയിരിക്കുക. പേടിക്കണ്ട, ഞങ്ങൾ അവിടെയുണ്ട്. 10 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ അവിടെ എത്തും. നീ തൽക്കാലം അവിടെ ഒളിച്ചിരിക്കെ. എടി, മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ചന്തുവിനെ കണ്ട് മഹി അലറി. പുന്നാര മോളെ! ചന്തുവിന്റെ മുടിയിൽ കുത്തിപ്പിടിച്ച് മഹി അവളെ നോക്കി ആഞ്ഞടിച്ചു. ആ അടിയെ ചന്തു നിലത്തേക്ക് വീണു. കയ്യിലുള്ള ഫോൺ തെറിച്ചു. താഴെ വീണ ചന്തുവിനെ പിടിക്കാൻ വന്ന മഹിയുടെ മുഖത്തേക്ക് മണ്ണ് വാരി എറിഞ്ഞു ചന്തു. അവൾ പേടിയോടെ അവനെ തള്ളിമാറ്റി ഓടി.
തന്റെ പിന്നാലെ ഓടി വരുന്ന മഹിയിൽ നിന്ന് രക്ഷപ്പെടാൻ ചന്തു വേദന അടക്കിപ്പിടിച്ച് കാടിന്റെ ഉള്ളിലൂടെ ഓടി. പെട്ടെന്ന് കാല് മടങ്ങി ചന്തു മുന്നിലേക്ക് വീണു. ഇറക്കത്തിൽ ഉരുണ്ടുരുണ്ട് താഴേക്ക് മറിഞ്ഞുകൊണ്ടിരുന്നു. അവസാനം ഒരു കരിങ്കല്ലിൽ ചെന്ന് നെറ്റിയടിച്ച് അവളുടെ ബോധം പോയി വീണ് കിടക്കുന്ന ചന്തുവിനെ നോക്കി മഹി പുച്ഛത്തോടെ ചിരിച്ചു. അവളെ പൊക്കിയെടുത്ത് തന്റെ തോളിൽ ഇട്ടുകൊണ്ട് നടന്നു. ഹലോ ചന്തു, ഹലോ. എന്താടാ? കാര്യം അറിയാതെ മനു ചോദിച്ചു. വണ്ടി തിരിക്കടാ. ഉണ്ണി അലറി. 10 മിനിറ്റ് കൊണ്ട് ഉണ്ണിയും മനു എത്തി. കാടിന്റെ ഉള്ളിൽ പോയി ചന്തുവിനെ അന്വേഷിച്ചു. എന്നാൽ അവർക്ക് കിട്ടിയത് താഴെ വീണ അവളുടെ ഫോണാണ്. വാമനൂർ തറവാട്ടി കല്യാണ തിരക്കായത് സോമനും പിടിപ്പത് പണിയുണ്ടായിരുന്നു. പിന്നാമ്പുറത്തെ മുറ്റത്ത് കാട് വെട്ടി വൃത്തിയാക്കുന്ന ജോലിയിലാണ്. 2 ദിവസം കഴിഞ്ഞാൽ പന്തൽ പണിക്കാർ വരും. അവര് വരുന്നതിന് മുന്നേ വൃത്തിയാക്കി ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാട് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വാമനൂർ തറവാട്ടിലേക്ക് ഉണ്ണിയും മനുവും വരുന്നത്. കാറിൽ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി വരുന്ന ഉണ്ണിയെ കണ്ട് സോമനൊന്ന് അന്തിച്ചു. വേഗത്തിൽ ദേഷ്യത്തോടെ വരുന്ന ഉണ്ണി സോമന്റെ നെഞ്ചു നോക്കി ആഞ്ഞു ചവിട്ടി. എവിടെയടാ ചന്തു? ഉണ്ണി താഴെ വീണ് കിടക്കുന്ന സോമനെ നോക്കി ചീറി. താഴെ സോമനെ എടുത്ത് ഉണ്ണി തല്ലുന്നത് കണ്ടാണ് എല്ലാവരും ഓടി വന്നത്. സത്യം പറയടാ, എവിടെയാ അവള്? സോമൻ ഒരു അവസരം കൊടുക്കാതെ ഉണ്ണി അയാളെ മർദ്ദിക്കുന്നുണ്ട്. ഉണ്ണി, നീ എന്താ ചെയ്യുന്നത്? വിടാൻ. ജിത്തു വന്ന് ഉണ്ണിയെ പിടിച്ചു മാറ്റാൻ നോക്കുന്നുണ്ട്. അഭിയും ഇന്ദ്രനും കാര്യം അറിയാൻ മനുവിനോട് നിൽക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം? ഞങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് മാറി മാറി വിളിക്കുന്നു. മര്യാദയ്ക്ക് ഫോൺ എടുത്തൂടെ? എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കുന്നുണ്ടാവുക. മനു ദേഷ്യത്തോടെ ഇന്ദ്രനോടും അഭിയോടും പറഞ്ഞു. അവരുടെ ദേഷ്യവും വെപ്രാളം കൊണ്ട് എന്തോ സീരിയസ് ആയ കാര്യമാണെന്ന് മനസ്സിലായി. ഉണ്ണി, നീ മാറ്. ജിത്തു ഉണ്ണിയെ പിടിച്ചു മാറ്റി. സോമൻ വയ്യാതെ താഴെ കിടന്ന് കിതച്ചു. ഇവനറിയാം. ഉണ്ണി അലറി. അതിനു മുന്നേ എന്താ ഉണ്ടായെന്ന് പറഞ്ഞു തുലയ്ക്ക്. ജിത്തു ക്ഷമ കെട്ട് ചോദിച്ചു. ചന്തുവിനെ ആ മായി തട്ടിക്കൊണ്ട് പോയിരിക്കുന്നു, മനു പറഞ്ഞു. കേട്ടവർ എല്ലാവരിലും ഞെട്ടലുണ്ടാക്കി. കുറച്ചു മുന്നേ അവൾ ഞങ്ങളെ ഫോൺ ചെയ്ത് പറഞ്ഞതാ. അവന്റെ കയ്യിൽ നിന്ന് ഓടി ഒളിച്ചിരിക്കുകയാണ്. അടുത്ത നിമിഷം അവളെപ്പറ്റി ഒരു അറിവില്ല. ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് പോവായിരുന്നു. 10 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയിട്ട് അവളെ കാണാൻ പറ്റിയില്ല. പകരം കിട്ടിയത് അവളുടെ പൊട്ടിയ ഫോൺ. ഉണ്ണി ചന്തുവിന്റെ ഫോൺ കയ്യിലെടുത്തോണ്ട് പറഞ്ഞു. എനിക്ക് അപ്പോഴേ തോന്നിയതാ ഇവനും ഭാർഗവനും ചേർന്ന് ഇതൊക്കെ ചെയ്തത്. പറയടാ, അവൾ എവിടെയാ? പറഞ്ഞു, കൊല്ലും ഞാൻ. സത്യമായിട്ടും എനിക്കറിയില്ല. എനിക്കിതിൽ പങ്കില്ല. അവൾ എന്റെ മോളല്ലേ. അയാൾ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി. തനിക്കിതിൽ പങ്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ ചന്തു കുന്നത്തെ ക്ഷേത്രത്തിൽ പോയെന്ന് അവർ അറിഞ്ഞത്? അവിടെ വെച്ച അവർ അവളെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത്. എനിക്കറിയില്ല. ഇതിൽ എനിക്ക് യാതൊരു പങ്കുമില്ല. എന്റെ മോൾക്ക് ദോഷം വരുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അയാൾ പൊട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അതുകൂടി കേട്ടതോടെ തൊട്ടപ്പുറത്തെ കാടുവെട്ട എടുത്തിരുന്ന അരിവാളെടുത്ത് അയാൾ സോമന്റെ കഴുത്തിലേക്ക് ലക്ഷ്യം വെച്ച് വീശി. വേണ്ട. എല്ലാവരും ഒരു നിമിഷം അന്തിച്ചു നിന്നു. സോമൻ മരണം കൺമുനെ കണ്ടു. എന്നാൽ ഉണ്ണി അയാളുടെ കഴുത്ത് തൊട്ടടുത്തായി നിർത്തി. ചന്തുവിനെ കിട്ടിയിരിക്കും. അവൾക്ക് എന്തെങ്കിലും പറ്റിയ നിന്റെ കഴുത്തറക്കും ഞാൻ, ഉണ്ണി ദേഷ്യത്തിൽ പറഞ്ഞു. എന്താ ഉണ്ടായത്? അങ്ങോട്ട് വന്ന നളിനി ആദ്യോട് ചോദിച്ചു. അമ്മേ, ചന്തുവിനെ ആ ദുഷ്ടൻ മഹി തട്ടിക്കൊണ്ട് പോയിരിക്കുക. കരഞ്ഞുകൊണ്ട് സരോജിനി പറഞ്ഞു. ഈശ്വര, എന്റെ കുഞ്ഞ്, ഇനി നമ്മൾ എന്ത് ചെയ്യും? ഗിരിജ ചോദിച്ചു. അവൻ അവളെ എങ്ങോട്ടാ കൊണ്ടുപോയെന്നറിയുന്ന 2 പേരുണ്ടാവും, അവന്റെ തന്തയും തള്ളയും, ഉണ്ണി കൈ മുറുക്കി പറഞ്ഞു. അബി, മനു, 2 പേരും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇപ്പൊ തന്നെ പരാതി പറയണം. ഉണ്ണി, നീ എന്റെ കൂടെ വാ. നമുക്ക് അവന്റെ തന്തയും തള്ളയും കൊന്നിട്ടാണെങ്കിലും വേണ്ടില്ല. ചന്തു എവിടെയുണ്ടെന്ന് അറിയണം. ഇന്ദ്ര, അവൻ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും മറ്റും അന്വേഷിക്കണം. നിങ്ങൾ ആരും പേടിക്കേണ്ട. അവൾക്കൊന്നും പറ്റില്ല. ഒന്നും പറ്റാതെ ഞങ്ങൾ നോക്കും. ഇപ്പൊ എല്ലാവരും വീട്ടിനുള്ളിൽ പോയിരിക്കണം. തൽക്കാലം നമ്മളല്ലാതെ വേറെ ആരും ചന്തുവിനെ തട്ടിക്കൊണ്ടുപോയ കാര്യം അറിയരുത്. ഇന്ന് സൂര്യ അസ്തമിക്കും മുന്നേ ചന്തുവിനെ നമ്മൾ കണ്ടെത്തിയിരിക്കും. ഉണ്ണി, നീ വാ. ജിത്തുവും ഉണ്ണിയും ഒരു വണ്ടിയിൽ കയറി ഭാർഗവന്റെയും മിനിയുടെ അടുത്തേക്ക് പോയി. അബിയും മനുവും പോലീസ് സ്റ്റേഷനിലായിരിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരുന്ന് കരയുന്ന സോമന്റെ അടുത്തേക്ക് നളിനി വന്നു. എന്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിയ അതിൽ നിനക്ക് പങ്കുണ്ടെന്ന് തെളിഞ്ഞ് പിന്നെ നീ ജീവനോടെ കാണില്ല. നിന്നെ ഞാൻ തന്നെ കൊല്ലും. നളിനി അത്രയും പറഞ്ഞ് വിറയ്ക്കുന്ന കാലുകളോടെ ഉള്ളിലേക്ക് കയറി. ഈ സമയം ഒരു ഇരുട്ടുമുറി ഒന്നും അറിയാതെ ഇരിക്കുന്ന ചന്തു പതിയെ കണ്ണുകൾ തുറന്നു. അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കി. പൊടി പിടിച്ച മുറി, ചുറ്റും പഴയ പൊട്ടിയ കസേരകളും മേശകളും മാറാല പിടിച്ചു കിടക്കുന്നത് കാണാം. താൻ ഇപ്പോൾ എവിടെയാണ്? എങ്ങനെ ഇവിടെ എത്തി? നെറ്റിയിടിച്ച് വീങ്ങിയതുപോലെ തോന്നി. ചന്തു നെറ്റിയിലൊന്ന് തൊട്ടു. കാല് മടങ്ങി ഉരുണ്ട് വീണ് കരിങ്കല്ലിൽ ഇടിച്ചത് ചന്തുവിന് ഓർമ്മ വന്നു. താനിപ്പോൾ മഹിയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് ചന്തുവിന് ബോധ്യമായി. തള്ളവിരൽ വേദനിക്കുന്നതറിഞ്ഞ് ചന്തു കാല് നീട്ടിയിരുന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്ന് മഹി ഉള്ളിലേക്ക് വന്നത്. ആഹാ, എന്റെ ചന്തുട്ടി എഴുന്നേറ്റോ? മഹി ചന്തുവിന്റെ അടുത്തേക്ക് വന്ന് അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. നീ ഇങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ചന്തു അതിന് ഉത്തരം പറയാതെ മുഖം തിരിച്ചു. എന്ത് ചെയ്യും, ഞാൻ നേരായ മാർഗത്തിൽ നോക്കിയതല്ലേ. അപ്പൊ നിനക്ക് അഹങ്കാരം. പിന്നെ ഇതേ ഉള്ളൂ എന്റെ മുന്നിൽ വഴി. എനിക്ക് എന്റെ നിലനിൽപ്പാണ് പ്രധാനം. അതിന് ഞാൻ ആരെയും എന്തും ചെയ്യും. ആരുടെ ജന്മം വേണമെങ്കിലും നശിപ്പിക്കും. നിന്റെ ഈ ജന്മം ഞാൻ നശിപ്പിക്കുന്നത് പോലെ. അതിന് നിന്നെ കൊണ്ട് കഴിയുന്നു തോന്നുന്നുണ്ടോ? പണ്ട് ഇതേപോലെ നീ എന്റെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയതാ. എന്നിട്ടന്ന് നടന്നോ? ഇല്ലല്ലോ. ചന്തു പുച്ഛത്തോടെ പറഞ്ഞു.
അതാടി വ്യത്യാസം. അന്ന് ഞാൻ നിന്റെ തന്തയാങ്ങളയുമായി മരക്കഴുതകളുടെ ഒപ്പമായിരുന്നു. എന്നാൽ ഇന്നങ്ങനെയല്ല. ഞാൻ ഒറ്റയ്ക്ക. എന്തും ചെയ്യും മടിയില്ലാത്ത ഒരുത്തൻ. നഷ്ടപ്പെടാൻ എനിക്കൊന്നുമില്ലല്ലോ. നിനക്ക് തോന്നുന്നുണ്ടോ എന്നെ വിവാഹം കഴിച്ച് നിനക്കിവിടെ ജീവിക്കാൻ പറ്റുമെന്ന്? ഇല്ല, എനിക്കറിയാം. ഞാൻ നിന്നെ വിവാഹം കഴിച്ചെന്ന് വിചാരിക്കാം. എന്നിട്ട് ഞാൻ നിന്നെ കൊണ്ടുവരുമ്പോൾ നീ എല്ലാവരുടെ മുന്നിൽ വെച്ച് നിന്നെ ഞാൻ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചതാണെന്ന് പറയും. നിന്റെ ആങ്ങളമാര് വരുമ്പോൾ നീ അവരുടെ ഒപ്പം പോകും. പിന്നെ എന്റെ കാര്യമോ? ഇതൊക്കെ മുൻകൂട്ടി ചിന്തിക്കാതിരിക്കാൻ ഞാൻ എന്താ പൊട്ടനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ വെച്ച് നിന്നെ എനിക്ക് രജിസ്റ്റർ വിവാഹം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ മൈസൂർ പോകുന്നത്. അത് കേട്ട് ചന്തു ഞെട്ടി അവനെ നോക്കി. എന്തേ, ഞെട്ടിയോ? ഇങ്ങനെ ഞെട്ടിയാൽ എങ്ങനെ? ഇനി ഞെട്ടാൻ കിടക്കുന്നതല്ലേ ഉള്ളൂ. നീ പറഞ്ഞില്ലേ കുറച്ചുനാൾ എന്റെ ശല്യമില്ലായിരുന്നു. ഞാൻ മൈസൂർ ആയിരുന്നു. ബാംഗ്ലൂരിൽ പഠിക്കാൻ പോയപ്പോഴുള്ള കണക്ഷനാണ്. ഞാൻ അവിടെ പോയതാ. നമുക്ക് താമസിക്കാൻ ഏർപ്പാട് ചെയ്യണ്ടേ? അവിടെ ഒരു കാടുണ്ട്. ആ കാട്ടിനുള്ളിൽ ഒരു ബംഗ്ലാവുണ്ട്. നമ്മൾ മൈസൂർ ചെന്ന് രജിസ്റ്റർ മാരേജ് ചെയ്യും. അത് കഴിഞ്ഞ് ആ കാട്ടിലെ ബംഗ്ലാവിലായിരിക്കും നമ്മുടെ ആദ്യ രാത്രി. മധുവിധു, നിന്റെ ഗർഭധാരണം, പ്രസവം എല്ലാം. ആ കാട് അവിടെയുള്ള ഒരു വലിയ രാഷ്ട്രീയക്കാരന്റെയാണ്. അവിടെ ആർക്കും വരാൻ കഴിയില്ല. അത്രയും സെക്യൂരിറ്റിയാ. അവിടെ എത്തിയാൽ നീ പിന്നെ പുറം ലോകം എപ്പോ കാണുമെന്ന് ഞാൻ തീരുമാനിക്കും. ആദ്യം അമ്മയും അച്ഛനെ അവിടെ എത്തിക്കണം. അവർ പുറപ്പെട്ടു. പാലക്കാട് കോയമ്പത്തൂർ വഴി അവരവിടെ എത്തും. ദേ, പുറത്ത് ആംബുലൻസ് ഉണ്ട്. രാത്രി നമ്മൾ അതിൽ പോകും. എന്നിട്ട് അവിടെ പോയി വിവാഹം കഴിഞ്ഞ് എന്ന് നീ എന്റെ കുഞ്ഞിനെ പ്രസവിക്കുന്നു അന്നേ നീ ഇവിടേക്ക് തിരിച്ചെത്തും. അതുവരെ മൈസൂരിൽ നമുക്ക് സുഖമായിട്ട് കഴിയാം. ഇപ്പൊ ഇവിടെ നീ റെസ്റ്റ് ചെയ്യും. അപ്പൊ ചന്തുട്ടിയുടെ മഹിയിടം പോയിട്ട് വരാം. മഹി ചന്തുവിന്റെ കവളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞു. ചന്തു അവൻ പോകുന്നത് നോക്കിയിരുന്നു.